നിശബ്ദതയിലും കേൾക്കുന്ന ദൈവം. യഹൂദ ജനത ബാബിലോണ്യ പ്രവാസത്തിൻ്റെ കഠിനമായ ദുഃഖം അനുഭവിച്ചിരുന്ന കാലത്ത് ദൈവം അവർക്ക് നൽകിയ ആശ്വാസ സന്ദേശമാണ് യെരമ്യാവ് 29 അധ്യായത്തിൽ. സ്വന്തം നാടും ദൈവാലയവും നഷ്ടപ്പെട്ട നിരാശരായ ജനത്തോട് ദൈവം അരുളി ചെയ്തു, നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കുകയും എന്നോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ഇത് ഏത് തകർച്ചയിലും ദൈവവുമായി വീണ്ടും ബന്ധപ്പെടുവാൻ വേണ്ടിയുള്ളൊരു അവസരമാണ്. ഏത് അനാഥത്വത്തിലും ദൈവത്തിൻ്റെ ശ്രദ്ധ നമുക്കായി എപ്പോഴും ഉണർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ വചനത്തിൻ്റെ അർത്ഥം. വിളിച്ചപേക്ഷിക്കുക എന്നത് അധരങ്ങൾ കൊണ്ടുള്ള വെറും ഉച്ചാരണം അല്ല, മറിച്ച് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള നിലവിളിയാണ്. മനുഷ്യർ പലപ്പോഴും വാഗ്ദത്തങ്ങൾ ലംഘിക്കുമ്പോൾ ദൈവം തൻ്റെ വാക്കിന് എപ്പോഴും വിശ്വസ്തനായി നിലനിൽക്കുന്നു. നാം ഏത് ഇരുളടഞ്ഞ സാഹചര്യത്തിലാണെങ്കിലും അവിടേക്ക് വെളിച്ചം കൊണ്ടുവരുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. ദൈവം നമ്മുടെ നിലവിളികൾ കേൾക്കുവാൻ എപ്പോഴും സന്നദ്ധനാണെന്നുള്ള ബോധ്യം നമുക്ക് എപ്പോഴും വലിയ കരുത്ത് നൽകുന്നു. പ്രതിസന്ധികളിൽ നമ്മുടെ ശ്രദ്ധ പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ പ്രാർത്ഥന ആ ശ്രദ്ധയെ ദൈവത്തിൻ്റെ സർവശക്തിയിലേക്ക് മാറ്റാൻ നമ്മെ സഹായിക്കും. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും എന്ന വാഗ്ദത്തം ഓർക്കുക. ദൈവം ഓരോ ഹൃദയമിടിപ്പും അറിയുന്നത് പോലെ ഓരോ പ്രാർത്ഥനയും അവൻ ശ്രദ്ധയോടെ കേൾക്കുന്നു. അത് യഥാർത്ഥ വിശ്വാസത്തോടും ആശ്രയബോധത്തോടു കൂടി നാം സമർപ്പിക്കുമ്പോൾ സ്വർഗം അതിന് മറുപടി നൽകുന്നു. ദൈവം നമ്മുടെ സമയക്രമത്തിലല്ല, മറിച്ച് അവൻ്റെ ഏറ്റവും ഉചിതമായ സമയത്താണ് പ്രവർത്തിക്കുന്നത്. ഈ കാത്തിരിപ്പ് നമ്മുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കാനാണ്. മനുഷ്യശക്തി അവസാനിക്കുന്നിടത്താണ് ദൈവത്തിൻ്റെ അത്ഭുതകരമായ സഹായം വെളിപ്പെടുന്നത്. ജീവിതത്തിൻ്റെ വെല്ലുവിളികളുടെ നടുവിൽ പ്രാർത്ഥനയാണ് നമുക്ക് ഏറ്റവും വലിയ ആയുധം. സാഹചര്യങ്ങൾക്ക് കീഴടങ്ങുന്നതിന് പകരം വിശ്വാസത്തോടെ ദൈവത്തെ സമീപിക്കുകയാണ് വേണ്ടത്. ഈ അനുഗ്രഹം അനുഭവിക്കുവാൻ നാം ദിവസേനമുള്ള പ്രാർത്ഥന ജീവിതം കാത്തു സൂക്ഷിക്കണം. ഹൃദയത്തിൽ നിന്ന് കപടതയില്ലാതെ ദൈവത്തെ വിളിക്കുവാൻ നമുക്ക് കഴിയണം. വചനത്തിൽ ഉറച്ചു നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക സമാധാനം നമ്മുടെ ജീവിതത്തെ പൊതിയുന്നത് നാം അനുഭവിക്കും. ദൈവം മൗനമായിരിക്കുന്നുവെന്ന് തോന്നുമ്പോഴും ദൈവം നമ്മെ കേൾക്കുന്നു എന്ന് അറിയുന്നതാണ് ഏറ്റവും വലിയ ആശ്വാസം. ലോകം നമ്മോട് സംസാരിക്കുവാൻ വിസമ്മതിക്കുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം നമ്മുടെ ഓരോ വിളിക്കും കാത്തിരിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ദിവസം തന്നെ വിടുതലിന്റെ വഴികൾ തുറക്കപ്പെടും. ഗോഡ് ബ്ലസ് യു.